ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റസീന നിയാസ്. അപ്പോൾ ഇതൊരു സൺഡേ വ്ളോഗ് കേട്ടോ. അപ്പോൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം നമ്മളൊന്ന് പുറത്ത് പോവുകയാണ്. അതായത് കുട്ടികൾക്ക് കുറച്ച് തുണികളെല്ലാം മേടിക്കാനുണ്ട് കേട്ടോ. അതായത് അവർ വീട്ടിലിടുന്ന തുണികളെല്ലാം ഒരു 2-3 മാസമാകുമ്പോഴത്തേക്ക് ഏകദേശം എല്ലാം ഒരു പരിധിയായിട്ടുണ്ടാവും. അപ്പോൾ മാറ്റേണ്ട അവസ്ഥ വരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ അടുത്ത് ഒരു മോളുണ്ട്, അതിലേക്ക് ഷോപ്പിങ്ങിന് വേണ്ടി പോവുകയാണ്. Hi guys, welcome back to our channel റസീന നിയാസ്. അത് റസീന ഇത് നിയാസ്. നമ്മൾ ആദ്യമായിട്ട് അങ്ങനെ ഇപ്പോൾ പ്രസവം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഒരു ഔട്ടിങ് ഔട്ടിങ്ങല്ല പച്ചക്കറി വാങ്ങാൻ റൗണ്ട് അങ്ങനെ പോവാണ്. കുറേ ആയി, ഒരുപാട് ദിവസങ്ങളായി അങ്ങനെ പോവാണ്. നമ്മുടെ കുഞ്ഞാവ നല്ല ഉറക്കത്തിലാണ് അല്ലേ? പിന്നെന്താ എനിക്ക് വണ്ടി ഓടിച്ചോണ്ടിരിക്കാൻ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. കുറച്ച് മഴയെല്ലാം കുറവുണ്ട് അല്ലേ? നല്ല കുറവുണ്ട് മഴ. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങിയത് തണുപ്പും കാര്യങ്ങളും അത് ഇതെല്ലായിട്ട് മോളിൽ പോയി കുറച്ച് ഇവർക്ക് ട്രാക്ക് പാൻറ് എല്ലാം മേടിക്കാനുണ്ട് കുട്ടികൾക്ക്. പ്രസവത്തിന്റെ മുമ്പേ കുഞ്ഞുവാവക്ക് ഷോപ്പിംഗ് ആക്കുമ്പോൾ ഷോപ്പിംഗ് ആക്കിയതാ. വാവക്ക് ഷോപ്പിംഗ് ആക്കുന്ന സമയത്ത് നിയാക്കും ആക്കിക്കല്ല ഷോപ്പിംഗ് ആക്കിയത്. ഷോപ്പിംഗ് എന്ന് വെച്ചാല് ഒരു ഡെയിലി വേർസ് വേഗം പടുക്കാവും അല്ലേ? ഒന്നാമത് മെഷീനിലിടുന്നതുകൊണ്ട് പെട്ടെന്ന് പാൻറ്റും ഷോർട്സ് എല്ലാം പടുക്കാവും. അപ്പോ ഇന്ന് വിശാൽ മാർട്ടിൽ പോയിട്ട് ചെറിയ പർച്ചേസിങ് നമുക്ക് ഇതിൽ പോകായിരുന്നു. അതാ 2 ഉണ്ട്. വേറെന്ത് പ്രശ്നം വണ്ടി പിടിക്കാൻ തന്നെ പോലീസേ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല. അതുകൊണ്ട് ആ ടർമിനൽ കൊണ്ടു നിർത്തിയില്ല. എന്തോ ആയിനപ്പാട് റിലയൻസിൽ പോയാലും നല്ല സൂപ്പർ ആയിരുന്നു. നമുക്ക് കുറച്ച് റിലയൻസ് തോന്നാം. ഇവിടെ വെള്ള ടർക്കിയിലെ റിലയൻസ് എടുത്ത് ഗോണിയപ്പം നല്ല മേടിച്ചു. നമ്മള് റിലയൻസ് ഗോണിയപ്പം ഇല്ല. അതൊന്നല്ല, അത് നടത്തവള് അന്ന് മണിക്കൽ സ്മാർട്ട് ബസാർ സ്മാർട്ട് ബസാർ ഉണ്ട്. കയറി നോക്കുകയാണെങ്കിൽ നോക്കുക. ഞാൻ കുഞ്ഞു പെണ്ണിനെ കൂട്ടിട്ട് ഞാൻ വണ്ടി ഇരുന്നോളാം. നല്ലത് എന്തെങ്കിലും ആക്കി കൂട്ടുക പോയ 2 ദിവസം വരുമ്പോ. പിന്നെ നിങ്ങൾ സൗണ്ടിൽ പക്വതായി കേൾക്കൊന്നുമില്ല, മൈക്കൊന്നും ഇട്ടിട്ടില്ല അല്ലേ? അല്ലെങ്കിൽ പേർക്ക് എന്തുമാതിരി ചീറലായിരിക്കും. ചീർപ്പിക്കാൻ കൊണ്ട് ഇത്ര സാധുവായ മനുഷ്യനായ സൈഡ് നമ്മൾ വണ്ടി സൈഡിലാക്കി ഞാൻ നിർത്താം. കുഞ്ഞുമാവ ഉറങ്ങിയിട്ടുണ്ട്, മടിയിൽ തന്നെ കിടന്നിട്ട് നല്ല ഉറക്കം. ഇനിയിപ്പോ വണ്ടി കയറിയാല് വണ്ടി നിർത്തിയാൽ എണീക്കും ചെയ്യും. അപ്പൊ നിങ്ങൾ പറയുമോ ഇവര് ആദ്യമായിട്ട് പുറത്ത് പോകുന്നതന്നെ പറഞ്ഞ് എന്നിട്ട് ആദ്യം പുറത്ത് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്ത് വെക്കുന്നുണ്ട് വണ്ടി എടുത്തിട്ട് ഹോസ്പിറ്റലിൽ ഇഞ്ചക്ഷൻ ഇതിനല്ല ഷോപ്പിങ്ങിന് പോകുന്ന ആദ്യമായിട്ടാണ്. ചെറിയ അങ്ങനെയൊന്നും പുറത്തൊന്നും ഇറങ്ങിയിട്ടില്ല. പുറത്ത് ഇഞ്ചക്ഷനും പോയിട്ടുള്ളൂ, അല്ലാതെ എവിടെ പോയിട്ടില്ല. വെള്ളമെല്ലാം കയറി നല്ല ഇവിടെ നല്ല വെള്ളം ഉണ്ടല്ലേ. ഞാൻ വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടാണ്. വണ്ടി ഓടിക്കാൻ ഷോപ്പിംഗ് ആക്കുമ്പോൾ പറ്റിയ വീഡിയോ അതുവരെ ബ്രേക്ക് കാണിച്ചു തരാം. അങ്ങനെ പിന്നെ വണ്ടിയിൽ വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നേരെ നമ്മൾ ഷോപ്പിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാ മോളുടെ ഫ്രണ്ട് ഇങ്ങനെ ഫോട്ടോ എടുത്തതാണ്. വീഡിയോ എടുക്കാൻ എന്താ പറയുക, ഞാൻ അത്ര പിന്നെ ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറേ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. എല്ലാ വീഡിയോ വെച്ചിട്ട് ഞാനൊരു വീഡിയോ ആക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ മോളിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. എന്തെടുക്കാൻ പോയാലും ഫസ്റ്റ് ഞാൻ നോക്കുന്നത് ലേഡീസിൻ്റെ സെക്ഷൻ തന്നെ ആയിരിക്കും കേട്ടോ.
എന്നിട്ട് ഞാൻ നിയാസ്കാക്ക് പറയും ഇല്ല വെറുതെ നോക്കുന്നത് നല്ല ഉണ്ടല്ലോ അതുകൊണ്ട് നോക്കുന്നത്. അപ്പോൾ നിയാസ്കാക്ക് മനസ്സിലാവും കേട്ടോ എന്താ സംഭവം എന്ന്. എന്തായാലും ഞാനും ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ആ ഡ്രസ്സ് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ കാണിക്കുക. എനിക്ക് വൈറ്റ് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഈ വൈറ്റ് നല്ല രസമുണ്ട്, ഗൗൺ മോഡലാണ്, അതിൽ കുറേ കളേഴ്സ് ഉണ്ട്. നിയാസ്ക കുഞ്ഞുമാവനെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട്. ഞാൻ എന്താ പറയുക, നാഗവല്ലി സ്വർണം കണ്ട പോലെ എല്ലാ ഡ്രസ്സും നിയാസ്കാനെ വിളിച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ. ഒരിക്കൽ ഇതിൽ നമ്മൾ പോയപ്പോൾ വാനിയക്ക് നല്ല പനി വന്നിട്ടുണ്ടായി. ഒരു 28 ഡേയ്സിൽ നമ്മൾ പോയിട്ടുണ്ടായി കേട്ടോ ആ സമയത്ത്. അതുകൊണ്ട് തന്നെ വാനിയാൻ ഉള്ളിക്കൂട്ടാൻ ഭയങ്കര പേടിയുണ്ടായി. എന്നിട്ട് മെല്ലെ ഉള്ളിക്കൂട്ടിയതാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നു. ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ. നെക്സ്റ്റ് കാണാം. ബൈ ബൈ, ടേക്ക് കെയർ. സെൽഫി പിടിച്ചിട്ട്